അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ മടിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞു വെച്ച് നിങ്ങളത് പരിശോധിക്കണമെന്നില്ല. പാർവതിയുടെ പേരിൽ ഒരു വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് അറിയണ്ടേ? പാർവതി നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് ആണത്. പരിശോധിക്കേ. സൗന്ദര്യ, ഇതെങ്ങനെ ഇവിടെ വന്നു? സാറേ നോക്ക്, ഈ ഡ്രസ്സൊക്കെ എങ്ങനെ ഇവിടെ വന്നു? പാർവതി ഒളിപ്പിച്ചു വെച്ചത് തന്നെ. അപ്പോ ഇവൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാ അല്ലേ സാറേ? വന്നിട്ട് ഒരു മാസം തികച്ചായിട്ടില്ല. നിന്റെ ഈ കുഞ്ഞ തല മുഴുവൻ കുരുട്ടുബുദ്ധിയാണെന്ന് കണ്ടാലാരും പറയില്ല. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ തുക്കട കള്ളന്മാരെ ദക്ഷിണ വെച്ച് നിന്റെ മുമ്പിൽ ശിക്ഷപ്പെടണം. എന്താ പ്ലാനിങ്? സത്യമായിട്ടും ഇതൊന്നും ഞാൻ ചെയ്തല്ല സർ. എനിക്കൊന്നും അറിയില്ല. ഓ സർ, ഞാൻ പറയുന്നുണ്ട് സാർ മറ്റൊന്നും വിചാരിക്കരുത്. ഈ ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ ഗോഡൌണിൽ വരാറുണ്ട്. പാക്ക് ചെയ്യാനും ബില്ല് അനുസരിച്ചുള്ള ഐറ്റംസ് എടുത്തു വെക്കാനും ലോറിയിൽ കയറ്റാനും മറ്റുമായിട്ട്. അതുകൊണ്ട് പാർവതിയെ മാത്രമല്ല, ആരെ വേണമെങ്കിലും നമുക്ക് സംശയിക്കാം. ആരോ കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോ കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടിവെച്ചതായിക്കൂടെ സർ? അത് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഇത് ചെയ്തത് ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഇത് ചെയ്തത് പാർവതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ സർ, പാർവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ തള്ളിക്കളയുന്നില്ല. പാർവതിക്ക് ഇതിൽ പങ്കില്ലെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ ഒരു സംശയം നിങ്ങൾ തീർത്തരേണ്ടി വരും. ഈ കള്ളനെ കൈയോടെ പിടികൂടിയത് പ്രിയനല്ലേ? ഇവന് ഈ തുണിത്തരങ്ങൾ കിട്ടിയത് എവിടെന്നാ? നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? പറ. വേസ്റ്റ് ബിന്നിൽ നിന്ന്. ആ വേസ്റ്റ് ബിന്നില് പതിവായിട്ട് വേസ്റ്റ് തട്ടുന്നതാരാ? നീ അതുകൂടി പറയ്. ഇവള് വേസ്റ്റ് തട്ടുന്ന ബിന്നിൽ നിന്ന് കുറെ തുണിത്തരങ്ങൾ കിട്ടി. ഇവള് മുഴുവൻ സമയം ജോലി ചെയ്യുന്ന ഗോഡൌണിലെ ഓരോ മുക്കിലും മൂലയിലും നിന്നും ഒളിപ്പിച്ചു വെച്ച നിലയിൽ തുണിത്തരങ്ങൾ കണ്ടെടുത്തു. എന്നിട്ടും നിങ്ങൾ പറയണു ഇവൾക്ക് ഇതിലൊരു പങ്കുമില്ലെന്ന്. ഇവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ആര് ചെയ്തു? നീയാണോ? അയ്യോ സാർ, ഞാൻ. മോഹൻ, നീയാണോ? അയ്യോ സാർ, എനിക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി സാർ. അപ്പൊ പിന്നെ ഇത് ചെയ്തതാരാ? ജയന്തിയാണോ? ഞാൻ ഇത് ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പോ ജയന്തിയും അല്ല. സൗന്ദര്യം ഒരിക്കലും ഇത് ചെയ്യില്ല. കാരണം തുണികൾ ഒളിപ്പിച്ചു വച്ച സ്ഥലം അവള് തന്നെ മറന്നു പോകുന്നു അവൾക്കറിയാം. പിന്നെ ആരായിരിക്കും? ഇവള് തന്നെ. പ്രിയന്റെ മുമ്പില് ഈ പെരുങ്കള്ളം വന്ന് ചാടിയതുകൊണ്ട് ഇവിടെ നടക്കുന്ന വലിയൊരു തട്ടിപ്പ് വെളിച്ചത്തായി. കണ്ടില്ലേ? അന്നം കൊടുക്കുന്ന ആളോടെ ഒരു തരിയെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ ഇവളീ പണി ചെയ്യുമായിരുന്നോ? കണ്ടടക്കപ്പെട്ട തുണിത്തരങ്ങൾ മാത്രം ഇത്. ഇതുപോലെ 10-15 മിഷനെ ഗോഡൌണിലുണ്ട്. അത് ഇവിടെ ആക്രിക്കാർക്ക് വിറ്റ് കാശാക്കിയെന്ന് ആർക്കറിയാം? ജയന്തി ചേച്ചി, ചേച്ചിക്ക് എന്നെ അറിയില്ലേ? ഞാനിങ്ങനെ ചെയ്യുന്ന ജയന്തി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ?
മോഹൻ ചേട്ടാ, തട്ടിപ്പ് കാണിച്ച് ജീവിക്കാനാണെങ്കിൽ അച്ഛനെ അമ്മയും വിട്ട് ഞാൻ ഈ ടൗണിൽ വന്നു കിടന്ന് കഷ്ടപ്പെടുമായിരുന്നോ? എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളുടെ പേരിലും ഞാൻ സത്യം ചെയ്യാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആളെ അറിയ പോലുമില്ല. സൗന്ദര്യ, നീ എങ്കിലും സാറിനോടൊന്ന് പറ. ഉഷ ചേച്ചി, നിഷ ചേച്ചി, ആരെങ്കിലും ഒന്ന് സാറിനോട് പറ. നിനക്ക് വേണ്ടി ഇവരൊക്കെ എന്നോട് വാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇവരാരും നിന്റെ ഭാഗത്ത് നിൽക്കില്ല. ഒരു പെരുങ്കള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഉളുപ്പില്ലാത്തവരല്ല ജയന്തിയും ഉഷയും നിഷയും ഒക്കെ. എന്റെ ഈശ്വരന്മാരെ, ഞാൻ ഈ സാറിനെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇനി നീ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ണുകൊണ്ട് കണ്ടതിനേക്കാളും വലിയ എന്ത് സത്യമുള്ളത്? കാശുണ്ടാക്കാനായിരുന്നെങ്കിൽ നിനക്ക് ഓവർ ടൈം ജോലി ചെയ്യാമായിരുന്നല്ലോ. ഡബിൾ സാലറിയാ. ലോഡിംഗുകാരോടൊക്കെ നിന്നാലേ അവരും തരും എന്തെങ്കിലുമൊക്കെ ചില്ലറ. എല്ലാം കൂടി ആവുമ്പോഴേ വലിയൊരു എമൗണ്ട് ആവും. പക്ഷെ നീ ചെയ്യില്ല. ലോഡ് എടുക്കുന്നതും ഓവർ ടൈം ചെയ്യുന്നതും നല്ല അധ്വാനമുള്ള പണിയാണല്ലോ. തുണിത്തരങ്ങൾ കട്ടുവിറ്റ് കാശുണ്ടാക്കുന്നുള്ള എളുപ്പപ്പണി. രണ്ടും ചേർന്ന് പറ്റിക്കാൻ നോക്കിയതേ ഈ കരുണാരനെയാ. കരുണാരനോട് കളിച്ച കളി പഠിപ്പിക്കുന്ന രണ്ടെണ്ണം മനസ്സിലാക്കിയില്ല. ഇനി നിങ്ങൾക്കുള്ള ശിക്ഷ മുട്ടുത്തിരിക്കടാ. അയ്യോ സാർ, ഞാൻ മുട്ടുത്തിരിക്കാനല്ല പറഞ്ഞത്. സാറ് പറഞ്ഞ കേട്ടില്ലടാ. മുട്ടുകുത്തിരിടാ. ഇരിയടാ. ഇനി കൂട്ടുപ്രതി മുട്ടുത്തിരിക്കേ. അയ്യോ വേണ്ട സർ. സാർ, നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഇവന്റെ വാക്കും കേട്ട് പാർവതിയെ ശിക്ഷിക്കുന്നത് ശരിയല്ല സാർ. ഞാൻ നിന്റെ അഭിപ്രായം ചോദിച്ചോന്ന്. ഇല്ല സാർ. നീയേ നിന്റെ ജോലി ചെയ്താൽ മതി. എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ വരണ്ട. നീയൊക്കെ ഇവിടെ വരുന്നതിന് എത്രയോ വർഷം മുമ്പ് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാ ഞാൻ. കലയോടക്കണം ഉണ്ടാപ്പിച്ചൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ബുദ്ധി ഉപദേശിക്കാൻ നിൽക്കണ്ട. പറഞ്ഞത് കേട്ടില്ലേ? മുട്ടൂത്തിരിക്കേ. നിന്നോടല്ല പറഞ്ഞേ, മുട്ടൂത്തിരിക്കടി. ഇത് ഞാൻ തരുന്ന ശിക്ഷ. ശരിയായ ശിക്ഷ തരുന്നതേ ഞാനല്ല, മുക്തമാടാ. അന്നം തരുന്നവന്റെ കിണ്ണം മോട്ടിക്കുന്നവന്റെ കണ്ണിലേ കാന്താരി മുളക് അരച്ച് തേക്കണമെന്നാ പ്രമാണം. കാന്താരി മുളകാണോ ജയിൽ ശിക്ഷയാണെന്നൊക്കെ മുക്തമാടൻ തീരുമാനിക്കട്ടെ. തരുന്ന കൈക്ക് കടിക്കുന്ന എല്ലാവർക്കും നിനക്ക് കിട്ടുന്ന ശിക്ഷ ഒരു പാഠമാവണം. സർ, എനിക്കെന്തോ ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന എന്റെ ബലമായ വിശ്വാസം. സാർ, എനിക്കൊരു 5 മിനിറ്റ് സമയം താ. ഇവന്റെ തട്ടിപ്പ് ഞാൻ പൊളിച്ചടുക്കി തരാം. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചരാം. നിക്കടാ. നീ സത്യം പറയിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് പറയിപ്പിച്ചതൊന്നും സത്യമല്ല. ഓ, പ്രതിസ്ഥാനത്ത് തൊലിവെളുപ്പുള്ളൊരു പെണ്ണാണല്ലോ. അപ്പൊ നിന്റെ ഹീറോയിസം താനേ സട കുടഞ്ഞ് എനിക്കും. നിനക്ക് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. മാറിക്കല്ല പറഞ്ഞത്. സർ, ഞാൻ പറയുന്നത് സാറിന് ഇഷ്ടപ്പെടില്ലെന്നറിയാം. പക്ഷെ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ പാർവതിയെ തള്ളി പറയുന്നത് പോലെ ആകും. പാർവതി എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും വലിയ തട്ടിപ്പ് നടത്താനുള്ള ബുദ്ധിയും ധൈര്യമൊന്നും അവൾക്കില്ല. ഇവളൊരു പാവമാ സർ. അതാണ് ഇവളുടെ മിടുക്ക്. മനസ്സിൽ കള്ളത്തരമുള്ളവരൊക്കെ അങ്ങനെയാ. മര്യാദരാമന്മാരായിട്ട് നിന്നേ അടിയിലൂടെ തിരക്കും. നിനക്ക് ഇവളെ ശരിക്കും മനസ്സിലായിട്ടില്ല.
ഒന്നെങ്കിൽ ഇവള് നിങ്ങളെല്ലാവരും നൈസായിട്ട് പറ്റിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ മോഷണത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ടാവും. ഞാൻ കണ്ടുപിടിച്ചോളാം. എല്ലാവരുടെയും തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. പാർവതിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും മേൽ ഈ നിമിഷം മുതൽ എന്റെ ഒരു കണ്ണുണ്ടാവും. രഘു, സാർ പോയി മുക്തമാരത്തെ വിളിച്ചോണ്ട് പോടാ.